മാന്യ പ്രേക്ഷകർക്ക് പ്രണാമം. ഭാരതത്തിൽ ഒരു രക്തരഹിത വിപ്ലവം നടന്നതുപോലെ അസാധാരണമായ ഒരു മാറ്റത്തിന് 2014 മെയ് മാസം 26-ാം തീയതി വൈകുന്നേരം 6:15 മണിക്ക് നടന്ന നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള സത്യപ്രതിജ്ഞ വഴിയൊരുക്കുകയുണ്ടായി. ഭാരതം മുഴുവനും അത് ആഘോഷിക്കപ്പെട്ടു. സമുന്നതനായ ഒരു കോൺഗ്രസ് നേതാവിനോട് അർണബ് ഗോസ്വാമി മന്ത്രിസഭയുടെ ഘടനയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ ഉന്നതനായ കോൺഗ്രസ് നേതാവിൻ്റെ വിവരണം ഇപ്രകാരമായിരുന്നു: ഇന്ന് നമുക്ക് സന്തോഷിക്കാനും ആഘോഷിക്കാനും ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കെ ഒരു പ്രശ്നവുമില്ലാതെ ഭരണമാറ്റം നടക്കുന്നത് എത്ര നന്മ നിറഞ്ഞ രീതിയിലാണെന്ന് ലോകത്തെ അറിയിക്കാനുമുള്ള അവസരം കിട്ടിയ ദിവസമാണ്. ഇന്ന് നമുക്ക് ആഘോഷിക്കാം, സന്തോഷിക്കാം. മന്ത്രിസഭയുടെ ഘടനയെക്കുറിച്ചെല്ലാം നമുക്ക് പിന്നീട് വിവരിക്കാം, വിമർശിക്കാം, ചിന്തിക്കാം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതിന് അർണബ് ഗോസ്വാമി ടൈംസ് നൗ ചാനലിൽ ചിരിച്ചുകൊണ്ട് വളരെയധികം സന്തോഷത്തോടുകൂടി മറുപടി കൊടുത്തത്: ഓരോ ഭാരതീയനും ആഹ്ലാദിക്കുന്ന നിമിഷമാണിത്. സാർക്ക് രാജ്യങ്ങൾ, എൻ്റെ ഭാഷയിൽ അഖണ്ഡ ഭാരതവുമായി ബന്ധപ്പെട്ട എല്ലാ രാജ്യങ്ങളും അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരും പങ്കെടുത്ത് 30,000-ത്തിലധികം പ്രതിനിധികൾ പങ്കെടുത്ത് ഏറ്റവും ശാന്തമായി, മഴ ഇല്ലാതെ, ഭാരതത്തിൽ ഒരിടത്തും ഒരു ബോംബ് പൊട്ടാതെ, ദുഃഖങ്ങളും വേദനകളും ഒന്നുമില്ലാതെ, ഒരു തരത്തിലുള്ള പരിദേവനങ്ങളുമില്ലാതെ അടുക്കും ചിട്ടയോടും കൂടി ആ ഭരണമാറ്റം നടന്നത് ലോക ജനത അത്ഭുതത്തോടു കൂടിയും ആഹ്ലാദത്തോടു കൂടിയും കണ്ടത്. ആ വിവരണം കേട്ടപ്പോൾ ആഹ്ലാദം തോന്നി. പണ്ട് അടിയന്തരാവസ്ഥക്കെതിരെ ജനതാ പാർട്ടിയുടെ തൃപ്പൂണിത്തുറ താലൂക്കിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഒത്തിരി അധികം പ്രവർത്തിച്ചപ്പോൾ പോലീസിൻ്റെയും CBIയുടെയും ലിസ്റ്റിൽ എൻ്റെ പേര് ധാരാളം പ്രാവശ്യം വരികയുണ്ടായി. അന്ന് ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിലുള്ള ജനതാ പാർട്ടി ജയിച്ചതുകൊണ്ട് മാത്രം ജയിലിൽ പോകാതെ ഇതേപോലെ ജീവിക്കാൻ ജഗദീശ്വരൻ അനുഗ്രഹം നൽകി. അന്ന് ജനതാ പാർട്ടി ജയിച്ചപ്പോൾ തോന്നിയ ഒരു സന്തോഷവും സംതൃപ്തിയും ഇന്ന് അങ്ങനെയുള്ള അന്തരീക്ഷങ്ങളൊന്നുമില്ലെങ്കിൽ പോലും മോഡി ജയിച്ചപ്പോൾ മനസ്സിൽ തോന്നി ഒരു ആഹ്ലാദം, ഒരു സന്തോഷം. അപ്പോഴും ഒരു ഭയമുണ്ടായിരുന്നു. ഈ ഭരണമാറ്റം എത്രത്തോളം സ്മൂത്തായിട്ട് നടക്കും, 16 മുതൽ 26 വരെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നെല്ലാം സാധാരണമായിട്ട് ചിലർക്ക് തോന്നുന്ന തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഏതായാലും 16 മുതൽക്ക് 26 വരെ വളരെ വളരെ ധന്യമായൊരു ആരോഹണമായിരുന്നു. ഓരോന്നും വളരെ ശാന്തമായി, ഗംഭീരമായി, ധന്യമായി, മംഗളകരമായി നടക്കുന്നതിന് വേണ്ടി ശുഭസൂചനയായിട്ട് എല്ലാം നടന്നു. പത്രമാധ്യമങ്ങളെല്ലാം ഭാരതത്തിൻ്റെയും ഭരണ നേതൃത്വം ഏറ്റെടുക്കാൻ പോകുന്ന വ്യക്തികളുടെയും വക്താക്കളെ പോലെ സംസാരിക്കുകയും വിലയിരുത്തുകയും വിമർശിക്കുകയും വേണ്ട വിധത്തിൽ മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തു.
എല്ലാ ഭാരതീയരും ഒരുമിച്ച് വന്ന ഒരു സമയമായിരുന്നു. ഭാരതം തളരില്ല, തകരില്ല, വരളില്ല, വളരും എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരവസ്ഥ. അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ ഇറങ്ങിയപ്പോഴും അഫ്ഗാനിസ്ഥാൻ പ്രസിഡന്റ് കർസായി ഇന്ത്യയിലായിരുന്നു. അദ്ദേഹം ഇന്ത്യയിൽ ഒരു പ്രത്യേക പത്രസമ്മേളനം നടത്തുകയും ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് സ്വന്തം രാജ്യത്തിൽ വന്നപ്പോൾ കാണാൻ പോകാതെ ഭാരതത്തിലെ പ്രധാനമന്ത്രി പദത്തിലേക്ക് അവരോധിക്കുന്ന വ്യക്തിയുടെ ആരോഹണത്തിന് പങ്കെടുക്കുക, അതൊരു സിംബോളിക്കലി വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻ്റ് ആയിട്ട്. അതുപോലെ തന്നെ നവാസ് ഷെരീഫ്, അടൽ ബിഹാരി വാജ്പേയിയെ കാണണമെന്ന് ആഗ്രഹിക്കുക, വളരെ ഭംഗിയായിട്ട് ഓരോ കാര്യത്തിലും പങ്കെടുക്കുക. അതുപോലെ തന്നെ ശ്രീലങ്കൻ പ്രസിഡന്റ് സ്വന്തം രാഷ്ട്രത്തിലൂടെ നടക്കുന്ന ലാഘവത്തോടുകൂടി വിമാനത്തിൽ ഇറങ്ങി വന്ന പരിപാടികളിൽ പങ്കെടുക്കുക. ഭാരതത്തിൽ നടന്ന പ്രതിഷേധങ്ങൾ ഒന്ന് പതുക്കെ പുറത്ത് കാണാത്ത വിധത്തിലാക്കാൻ സാധിക്കുക. കുറേ മുഖ്യമന്ത്രിമാർ അതിൽ പങ്കെടുത്തില്ലെങ്കിലും വളരെ സംതൃപ്തിയോടുകൂടി ഒരു കാഴ്ച കണ്ടത് മുലായം സിംഗിൻ്റെ മകനും ഈ NDAക്ക് ശത്രുതാപരമായ എതിർപ്പ് കാഴ്ചവെച്ചു എങ്കിലും അവർ രണ്ടുപേരും പങ്കെടുത്തു. ധാരാളം മുഖ്യമന്ത്രിമാർ, അതുപോലെ കോൺഗ്രസ് നേതാക്കന്മാർ, ധാരാളം സന്യാസിമാർ, പള്ളി പ്രതിനിധികൾ, മുസ്ലിം പ്രതിനിധികൾ, അവരെല്ലാവരും പങ്കെടുത്തു. പണ്ട് സന്യാസിമാരുടെ മീറ്റിങ്ങിൽ നരേന്ദ്രമോദി പറഞ്ഞിരുന്നു അത്രേ, ഈ രാഷ്ട്രത്തിൻ്റെ ചൈതന്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ ഭരണസാരഥ്യം എനിക്ക് ലഭിക്കുകയാണെങ്കിൽ എൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിങ്ങൾക്ക് മുൻനിരയിലായിരിക്കും സീറ്റെന്ന്. അത് അന്വർത്ഥമാക്കിക്കൊണ്ട് പേജാവർമ്മയുടെ സ്വാമിയുടെയും മറ്റ് 4-5 സ്വാമിമാരുടെയും മുൻനിരയിലുള്ള ഇരിപ്പ് ലോക ജനത പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. മാത്രമല്ല, സിനിമാ നടന്മാരും ഇസ്ലാമിക മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ പണ്ഡിതരും വിവിധ മതസ്ഥരും വിവിധ ജാതിയിൽപ്പെട്ടവരുമെല്ലാം നിരന്ന് നിൽക്കുന്നത് 4 ചാനലുകളിലൂടെ കാണാൻ സാധിച്ചപ്പോഴും അതിൽ RSSൻ്റെ പ്രതിനിധി എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയെ പോലും കണ്ടില്ല. ഒരു വ്യക്തിയെ പോലും ഒരു ചാനലും ഫോട്ടോ എടുത്ത് കാണിച്ച് ഇത് RSSൻ്റെ അജണ്ട നടപ്പാക്കാനുള്ള സത്യപ്രതിജ്ഞയാണെന്ന വ്യംഗ്യാർത്ഥത്തിൽ പറയത്തക്ക വിധത്തിലുള്ള ഒരു അവസരവും ഉണ്ടാകാത്ത വിധത്തിൽ ഒരാളെയും അവിടെ കണ്ടില്ല. എല്ലാ വിഭാഗം ജനങ്ങളും പങ്കെടുത്തു. LK അദ്വാനിയുടെ അടുത്തായിരുന്നു വിദേശ നേതാക്കൾ ഇരുന്നത്. അതുപോലെ മൻമോഹൻ സിംഗിന് വേണ്ടത്രയും ആദരവ് കൊടുത്തിരുന്നു. UPA ചെയർമാൻ സോണിയാഗാന്ധിക്ക് അർഹിച്ചതിന് തുല്യമായ പദവി കൊടുത്തിരുന്നു. അതുപോലെ രാഹുൽ ഗാന്ധിക്ക് അർഹിച്ച 2ാം നിരയിലെ പദവിയാണ് കൊടുത്തത്. 2ാം നിരയിൽ അദ്ദേഹത്തിനെ ഇരുത്തി. വളരെയധികം നന്മ നിറഞ്ഞ രീതിയിൽ, ആർക്കും ഒരു കംപ്ലൈൻ്റ് ഇല്ലാത്ത വിധത്തിൽ ശാന്തഗംഭീരമായി ഒരു സത്യപ്രതിജ്ഞ മുമ്പോട്ട് പോയപ്പോൾ പല ചാനലുകളും മന്ത്രിമാരുടെ ക്വാളിഫിക്കേഷനും അവർ മുമ്പ് വഹിച്ചിരുന്ന ഉത്തരവാദിത്വങ്ങളും എല്ലാം കാണിച്ചിരുന്നു. ഇത്രയും അധികം മന്ത്രിമാരെ എടുത്തപ്പോൾ അതിൻ്റെ പുറകിലെല്ലാം ജാതിയോ മതമോ അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്തിൽ നിന്ന് വരുന്നു എന്നോ അല്ലെങ്കിൽ അവരുടെ തലമുടിയുടെ നിറമോ അല്ലെങ്കിൽ തൊലിയുടെ നിറമോ ഒന്നുമായിരുന്നില്ല കണക്കിലെടുത്തത്. 75 വയസ്സിന് താഴെ പക്ഷേ കഴിവ് തെളിയിച്ച ആ വ്യക്തികളെ മാത്രമെടുത്ത് ധന്യമായ മന്ത്രിസഭ ഭംഗിയായി തന്നെ നിർമ്മിച്ചത്, സൃഷ്ടിച്ചത് ഇന്ന് വരെ ഭാരതത്തിൽ പതിവില്ലാത്ത വിധത്തിൽ പ്രധാനമന്ത്രിയുടെ തന്നെ പ്രൊറോഗേറ്റീവ് ആയിരുന്നു എന്ന് തെളിയിച്ചുകൊണ്ട് ആ പ്രധാനമന്ത്രിയുടെ ടീമിൽ പ്രവർത്തിക്കാൻ ചങ്കൂറ്റമുള്ള
ഏറ്റവും ചെറുപ്പക്കാരിയായ ഒരു പെണ്ണിനെ മുതൽക്ക് 74 വയസ്സുള്ള നജ്മ ഹെപ്തുള്ളയെ വരെ തിരഞ്ഞെടുത്ത് മന്ത്രിസഭയിൽപ്പെടുത്തിയത് ഒരാവേശത്തിൻ്റെയോ അല്ലെങ്കിൽ ജനങ്ങളുടെ കയ്യടിക്കോ ഒന്നിനും വേണ്ടി ആയിരുന്നില്ല. മാക്സിമം ഗവർണൻസ് മിനിമം ഗവൺമെൻറ് എന്ന ഉജ്ജ്വലമായിട്ടുള്ള സന്ദേശം മുമ്പിൽ വെച്ചുകൊണ്ട് ഗുജറാത്തിനെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു സ്റ്റേറ്റ് ആക്കിയിട്ടുണ്ട് എന്നെല്ലാവരും അംഗീകരിച്ചതുപോലെ ഭാരതത്തെ ഏറ്റവും നന്മ നിറഞ്ഞ ഒരു രാജ്യമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള മഹായജ്ഞത്തിൽ നരേന്ദ്രമോദിയോടൊപ്പം നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ ജാതി ഏതായാലും മതം ഏതായാലും രാഷ്ട്രീയ ചിന്താധാര ഏതായാലും നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നമ്മളുടെ ജനതയ്ക്ക് വേണ്ടി നമുക്കിഷ്ടമുള്ള മണ്ഡലത്തിൽ, പള്ളിയിലായാലും മോസ്കിലായാലും അമ്പലത്തിലായാലും പാഠശാലയിലായാലും കോടതിയിലായാലും നമ്മളുടെ സ്ഥാപനത്തിലായാലും പ്രൈവറ്റോ ഗവൺമെൻറ്റോ കോർപ്പറേറ്റോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിസ്റ്റിക്കോ ആയിട്ടുള്ള സ്ഥാപനത്തിലാണെങ്കിലും നമ്മുടെ രാഷ്ട്രത്തെ ധന്യമാക്കാൻ, നമ്മളുടെ രാഷ്ട്രത്തെ നന്മയിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. തിരുവനന്തപുരത്ത് അനേകം സ്ഥലങ്ങളിൽ നമോ ചായ എന്ന് പറഞ്ഞ് ഇദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് റോഡ് സൈഡിൽ ചായ വിറ്റിരുന്നു. അനവധി വ്യക്തികൾ അവരുടെ വിലപിടിപ്പുള്ള കാറിലെ യാത്രക്കിടയ്ക്ക് കാറ് നിർത്തി ഇറങ്ങി ചായ കുടിക്കുന്ന കാഴ്ച തിരുവനന്തപുരത്തും കൈമനത്തും കരമനയിലും പാപ്പനംകോടും നേമത്തും എല്ലായിടത്തും കാണാൻ സാധിച്ചു. അതായത് ഞാനൊരു ചായ കുടിക്കാൻ വണ്ടി നിർത്തി ഇറങ്ങിയതല്ല, ആ നരേന്ദ്രമോദിയുടെ പേരിൽ വിതരണം ചെയ്യുന്ന ചായ കുടിക്കുന്നതിൽ ഞാനും അദ്ദേഹത്തോടൊപ്പം പങ്കെടുക്കുന്നു എന്ന ധന്യമായ സന്ദേശം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുകയുണ്ടായി. മാത്രമല്ല ധാരാളം വ്യക്തികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരും മെഡിക്കൽ ക്യാമ്പ് നടത്താനും അനാഥർക്കും വൃദ്ധർക്കും അശരണർക്കും സഹായം എത്തിക്കാനും ധാരാളം അനാഥാലയങ്ങളിൽ സദ്യ കൊടുക്കാനും റോഡ് സൈഡിലെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാനും എല്ലാമുള്ള യജ്ഞം ഈ സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ ഭാരതമെമ്പാടും നടന്നു എന്നുള്ളത് ഏറ്റവും ശുഭോദർക്കമായ, ഏറ്റവും ശുഭകരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. ഇവിടെ ആ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാത്ത ജയലളിതയുടെ വാക്കുകളോ പ്രതിഷേധിച്ച DMKയുടെ വാക്കുകളോ അല്ലെങ്കിൽ ധാർഷ്ട്യത്തോടുകൂടി പ്രതികരിച്ച തൃണമൂൽ കോൺഗ്രസിലെ മമതാ ബാനർജിയുടെ വരികളോ അല്ലെങ്കിൽ ഞാൻ പങ്കെടുക്കുന്നില്ലെന്ന് പറഞ്ഞ ആരാധ്യനായ ഉമ്മൻചാണ്ടിയുടെ മാനസികാവസ്ഥയോ ഒന്നും തന്നെ ഒരു വിലയുമില്ലാതെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. അല്ലെങ്കിൽ ആ സംഭവം നടത്തിയതിൽ ഒരു ഇമ്പാക്റ്റും അതിലുണ്ടാക്കാൻ സാധിച്ചില്ല. നന്മയുടെ കൂട്ടത്തിൽ നിൽക്കാത്തവരെ തന്നെത്താനെ തിന്മയുടെ പട്ടികയിലേക്ക് അയക്കുമെന്ന രീതിയിൽ ഒരു കാഴ്ച അവിടെ കാണേണ്ടായി. ഏറ്റവും ശാന്തമായി കൃത്യസമയത്ത് നിശ്ചയിച്ചതുപോലെ നിശ്ചയിച്ച രീതിയിൽ, ചിലപ്പോൾ തമാശന് പറയാറുണ്ട് അമേരിക്കൻ പങ്ക്ച്വാലിറ്റി എന്ന് അല്ലെങ്കിൽ ഇംഗ്ലീഷ് പങ്ക്ച്വാലിറ്റി എന്ന്. ആ പങ്ക്ച്വാലിറ്റിയോടുകൂടി തന്നെ, അതീവ ഗാംഭീര്യത്തോടുകൂടി തന്നെ, അടുക്കും ചിട്ടയോടുകൂടി തന്നെ, ഒരു കൺഫ്യൂഷനും ഇല്ലാതെ പരമപവിത്രമായ ഭാരതത്തിൽ ഒരു ഡൈനാസ്റ്റിയുടെ, ഒരു കുടുംബ പാരമ്പര്യത്തിൻ്റെ ഭരണത്തിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി ഭൂരിപക്ഷം നേടി അതിലെ എല്ലാ സഖ്യകക്ഷികളെയും ഒരുമിച്ച് കൊണ്ടുവന്ന് അതിൽ ഒരു ചായക്കട നടത്തിയിരുന്ന വ്യക്തി വളർന്നുയർന്നുണർന്ന് ഭാരതത്തെ വളർത്തി ഉയർത്തി ഉണർത്തി മുമ്പോട്ട് കൊണ്ടുപോകാൻ പാകത്തിന് ചങ്കൂറ്റത്തോടുകൂടി മുമ്പോട്ട് വന്നപ്പോൾ അകത്ത് നിന്ന് എതിർത്തവരെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് പുറത്ത് നിന്ന് എതിർത്തവരെയും വെല്ലുവിളിച്ചവരെയും ഒരു തരവും കൊടുക്കാതെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് സത്യം എന്താണെന്ന് വിളിച്ചോതിക്കൊണ്ട് 2 MP ഉള്ള മുസ്ലിം ലീഗുകാർക്ക് ഏത് നിമിഷവും മോദിയെ താഴ്ത്തേക്കിറക്കാൻ ഞങ്ങൾ അവസരം നോക്കിയിരിക്കുകയാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യവും കൊടുത്ത് ഇത്രയും ധന്യമായ രീതിയിൽ ഒരു സത്യപ്രതിജ്ഞ നടന്നപ്പോൾ ഭാരതം ആഹ്ലാദിച്ചു. കേരളം എങ്ങനെ പ്രതികരിച്ചു എന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും ഒന്ന്, ഭാരതത്തിൽ ഒരു രക്തരഹിത ഉജ്ജ്വലമായ വിപ്ലവം. ഞാൻ രക്തരഹിത ഉജ്ജ്വലമായ വിപ്ലവം എന്ന് പറയുന്നത് വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, അത്രയ്ക്കും ശാന്തമായി ഒരു തരത്തിലുള്ള അപസ്വരങ്ങളുമില്ലാതെ
ഒരു തരത്തിലുള്ള പ്രതിഷേധങ്ങളുമില്ലാതെ അല്ലെങ്കിൽ ഉണ്ടായതൊന്നും ഇതിനെ സ്വാധീനിക്കാത്ത വിധത്തിൽ ധന്യമായൊരു മാറ്റത്തിന് വഴിതെളിച്ച ഈ രാഷ്ട്രത്തിൻ്റെ പൂർവീക ഋഷിവര്യന്മാരുടെ തപശ്ചര്യയുടെ പ്രദാനം ചെയ്ത ധന്യമായ പുണ്യം ഇന്നലെ വൈകുന്നേരം മെയ് മാസം 26-ാം തീയതി വൈകുന്നേരം 6:15 മുതൽ 7:30 വരെ നടന്ന 45 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയിലൂടെ പ്രതിധ്വനിച്ച ഐക്യത്തിൻ്റെയും സർവമത സർവജാതി സർവരാഷ്ട്രീയ ഏകത്വത്തിൻ്റെയും അർഹിച്ചവൻ അർഹിച്ച ബഹുമാനം കൊടുത്ത് അർഹിച്ചവൻ അർഹിച്ച സ്ഥാനം കൊടുത്ത് ഒരു മനുഷ്യൻ ഒന്നും സംസാരിക്കാതെ ട്വിറ്ററിലൂടെ 1, 2, 3 വാക്കുകൾ പോലും ഇന്ന് സ്വർണലിഖിതമാണ് എന്ന് ലോകത്തിന് ബോധ്യമാകത്തക്ക വിധത്തിൽ ഇന്നലത്തെ ശുഭകരമായ ആ ആരംഭം നടന്നതിന് പൂർവീക ഋഷിവര്യന്മാരോട് നന്ദി പറയുന്നു, ഭാരത മാതാവിനോട് നന്ദി പറയുന്നു, പ്രകൃതി ദേവിയോട് നന്ദി പറയുന്നു. ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുകയും ഈ സംസ്കാരത്തെ നിലനിർത്തുകയും ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുടെ മാനസിക ഇച്ഛയാണ്, ഇച്ഛാശക്തിയാണ് ഈ വ്യക്തി ഒരു രാഷ്ട്രീയത്തിൻ്റെയോ അല്ലെങ്കിൽ രാജനൈതിക ചിന്താധാരയുടെയോ ബൗണ്ടറികൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് കണ്ട് ഒരുമിച്ച് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന ആ സത്യപ്രതിജ്ഞയുടെ പ്രതിധ്വനി എന്നും നമുക്ക് നമ്മുടെ വീക്ഷണത്തിലും വാക്കുകളിലും പ്രവൃത്തിയിലും ചിന്തയിലും നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെ അതേപോലെയുള്ള വിശ്വാസത്തിലും നിലനിർത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.